എത്രയും സ്നേഹമുള്ളവരെ, 142 പുസ്തക ദിന പരിചയത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇന്നിവിടെ പരിചയപ്പെടുത്തുന്ന പുസ്തകം നമ്മുടെ ക്രിക്കറ്റ്. സജീവൻ മുഖത്തല എഴുതിയ ഒരു ക്രിക്കറ്റിനെ സംബന്ധിച്ച ഒരു പുസ്തകമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. ആഗോളതലത്തിലെ ക്രിക്കറ്റ് കളി കണ്ടുപിടിച്ചത് ഇംഗ്ലണ്ടാണെങ്കിലും ലാഭം കൊയ്യുന്നത് ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനമാണ്. 2007 ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന് 20 ലോകകപ്പിൽ ഇന്ത്യയെ ഇഴക്കാനായിട്ട് അവർക്ക് ഒരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഒരു രണ്ടാം നിരം ടീമിന് വെച്ചാണ് അവർ ഏകദേശം ഒരു ദക്ഷിണാഫ്രിക്കയിലേക്ക് അഴിച്ചത്. ആ 2007 നടന്ന ആദ്യ 20 ലോകകപ്പിൽ ഇന്ത്യ വിജയം കരസ്ഥമാക്കിയപ്പോൾ ആണ് ബോർഡ് ഓഫ് ക്രിക്കറ്റ് കൺട്രോൾ ഇന്ത്യ 2008 IPL തുടങ്ങിയത്. IPLൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ശക്തമായിട്ടുള്ള ഒരു പണത്തിൻ്റെ ഒരു പ്രളയമാണ്. കാരണം രാജ്യം തരുന്ന കാശിനേക്കാളും മുതലാളി തരുന്ന കാശ് കൂട്ടിയപ്പോൾ കൂടുതലും വിദേശ താരങ്ങൾ പോലും IPL കളിക്കാനായിട്ട് കൂടുതൽ അവർ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് സംബന്ധിച്ചുള്ള തീവ്രവാദത്തിന് കുപ്രസിദ്ധി ആർജിച്ച ഒരു ടീമാണ് അഫ്ഗാനിസ്ഥാൻ. പക്ഷേ അഫ്ഗാനിസ്ഥാൻ പോലും അവരുടെ ഒരു പ്രവേശന സമയത്ത് പോലും അവരൊരു ചെറിയ മീനല്ല, വലിയ മീനുകളെ പോലും കീഴടക്കാൻ ത്രാണിയുണ്ടെന്ന് അവർ പല തവണ ഏകദേശം തെളിയിച്ചു കഴിഞ്ഞു. 2019 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഫൈനലിൽ ഇംഗ്ലണ്ടും ന്യൂസിലൻഡും തമ്മിലുള്ള ആ ഒരു മത്സരം എന്ന് പറയുന്നത് ടൈ ആയി തീർന്നു. വൺ ഡേ മാച്ചിലും അതുപോലെ സൂപ്പർ ഓവറിലൊക്കെ ടൈമർ വെച്ചു. പക്ഷേ കൂടുതൽ ബൗണ്ടറി നേടി എന്നുള്ള ഒരൊറ്റ ഖ്യാതിയിൽ ഇംഗ്ലണ്ടിനെ ലോകകപ്പിൽ വിജയമായിട്ട് പ്രഖ്യാപിച്ചപ്പോൾ അതൊരു വില കുറഞ്ഞൊരു വ്യഭിചാരമായി പോയി എന്നുള്ളത് ഒറ്റ വാക്കിൽ നമുക്ക് അങ്ങനെ വിശേഷിപ്പിക്കാം. 2024 നടന്ന 20 ലോകകപ്പ് കൂടുതൽ മത്സരങ്ങൾ നടന്നത് അമേരിക്കയിലാണ്. 2025 ഏഷ്യ കപ്പിൽ UAE ഒമാനും ഒക്കെ പോലുള്ള ക്രിക്കറ്റ് ടീം ഒക്കെ മത്സരിച്ചത് ഒരു അസാധാരണമായിട്ടുള്ള ക്രിക്കറ്റ് നേടുന്ന ഒരു വളർച്ചയാണ്. അതേസമയം 2025 അഹങ്കാരികളായിട്ടുള്ള ഓസ്ട്രേലിയയെ കീഴടക്കി സൗത്ത് ആഫ്രിക്ക ടെസ്റ്റ് ക്രിക്കറ്റ് ലോകകപ്പ് നേടിയപ്പോൾ പ്രവചനങ്ങൾ നടത്തുന്ന ജ്യോത്സ്യന്മാർക്കിവിടെ പണി ഇല്ലാതെ പോയി. ഏറ്റവും കൂടുതൽ ലോകകപ്പ് ജയിച്ചിട്ടുള്ള ടീമാണ് ഓസ്ട്രേലിയ എങ്കിലും ഈ ഒരു 2025 ടെസ്റ്റ് ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഫൈനലിൽ സൗത്ത് ആഫ്രിക്കയായിട്ടുള്ള തോൽവി അവരുടെ അഭിമാനത്തിനേറ്റിയ ഒരു മുറിവ് തന്നെയാണ്. 2024 വർഷത്തിൽ ഇന്ത്യ 20 ലോകകപ്പ് ക്രിക്കറ്റ് കരസ്ഥമാക്കി. അതേ തന്നെ ICC ട്രോഫിയും ജയിച്ചു. മാത്രമല്ല ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യക്ക് സംബന്ധിച്ചിടത്തോളം ക്രിക്കറ്റിൻ്റെ കാര്യത്തിൽ ഒരു ആത്മവിശ്വാസം വർദ്ധിച്ചു. 1983 ക്രിക്കറ്റ് ലോകകപ്പ് വിജയവും 2014 ധോണി നേടിയിട്ടുള്ള ക്രിക്കറ്റ് വിജയമൊക്കെ ഒന്നും നമുക്ക് വില കുറച്ച് കാണേണ്ടതല്ല. അതെല്ലാം അസാധാരണമായിട്ടുള്ള വിജയമാണ്. ഇന്ത്യയുടെ ആത്മാഭിമാനത്തെ ഉയർത്തി വെച്ച് വരികയാണ്. 2025 ഇന്ത്യയിലും നടന്ന വനിതാ ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ ഒരു ഫൈനൽ മത്സരം ആധികാരികമായിട്ടുള്ളൊരു വിജയമൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഇതിലൂടെ നിരവധി സൗത്ത് ആഫ്രിക്കയും അല്ലെങ്കിൽ ശ്രീലങ്കയുടെയും ബംഗ്ലാദേശിൻ്റെ ഒരുപാട് പ്രമുഖരായിട്ടുള്ള വനിതാ ക്രിക്കറ്റ് താരങ്ങളെ കണ്ടു. സൂപ്പർ താരങ്ങളെ, നമ്മൾ പുരുഷ ക്രിക്കറ്റ് താരങ്ങളെ എങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ മനസ്സുകൊണ്ട് ആരാധിക്കുന്നു, അതുപോലെ തന്നെ വനിതാ ക്രിക്കറ്റ് താരങ്ങളെയും മനസ്സുകൊണ്ട് ആരാധിക്കാൻ തുടങ്ങി. ഇതെല്ലാം ക്രിക്കറ്റ് നേടിയിട്ടുള്ള വിജയത്തിൻ്റെ കണക്കുകളാണ്. ക്രിക്കറ്റ് എന്ന് പറയുന്നത് കേവലം ഒരു കോളനി ഗെയിമല്ല. സർവ്വ മേഖലകളിലും ഏഷ്യൻ ഭൂഖണ്ഡത്തിലായാലും ഓസ്ട്രേലിയൻ ഭൂഖണ്ഡത്തിലായാലും ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ക്രിക്കറ്റ് സകല മേഖലകളിൽ ഇപ്പോൾ മലേഷ്യയും സിംഗപ്പൂരും തായ്ലൻഡും ഒക്കെ ക്രിക്കറ്റ് ലോകകപ്പിന് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾ അതിൽ പങ്കെടുക്കുന്നത് ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുന്നതും നമുക്ക് ഒന്ന് മനസ്സിലാവാം. ക്രിക്കറ്റിൻ്റെ ഒരു അസാധാരണമായ വളർച്ച എന്നുള്ളതാണ് വിശേഷം. ഇന്ന് ഫുട്ബോൾ ലോകകപ്പ് കഴിഞ്ഞാൽ IPL കാണാനാണ് കൂടുതൽ പ്രേക്ഷകരുള്ളതെന്ന് കൂടി മനസ്സിലാക്കണം. അപ്പോൾ ഇതെല്ലാം ക്രിക്കറ്റായിട്ട് സംബന്ധിക്കുന്ന ക്രിക്കറ്റ് എന്ന ഗെയിം നേടുന്ന ഒരു വൻ വിജയമാണ്. ഈ സജീവൻ മുഖത്തല എഴുതിയ ക്രിക്കറ്റിനെ സംബന്ധിച്ചുള്ള അതിൻ്റെ ചരിത്രം, അതിൻ്റെ ആധികാരികമായ ചില വിവരണങ്ങളും അതിൻ്റെ വളർച്ചയും തളർച്ചയും ശക്തമായിട്ട് പിടിച്ചു വരുമ്പോൾ ആസ്വാദനത്തിന് ഏറെ തലങ്ങളുണ്ട് നമ്മുടെ ക്രിക്കറ്റ് എന്ന് പറയുന്ന ഈ ഒരു പുസ്തകത്തിൽ. നിങ്ങളെല്ലാവരും വായിക്കണം, വിലയിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം.